അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാന ലോകത്തിലെ പ്രധാനപ്പെട്ട ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വിശദമായി വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുമായി ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹിയുഹു. സൂറത്ത് ത്വാഹയിലെ ഒരു ആയത്താണ്. നബിയെ, നിങ്ങൾക്ക് പൂർത്തിയായി നൽകപ്പെടുന്നതിന് മുമ്പ്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വിശദമായി വഹി നൽകപ്പെടുന്നതിന് മുമ്പ് ഖുർആൻ കൊണ്ട് എടുത്തു ചാടിയിട്ട് പറയാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളുടെ വീക്ഷണം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇബ്നു അറബി തങ്ങളുടെ ഈ വീക്ഷണ കോണിലെ ബഹുമാനപ്പെട്ട ശരീഅത്തിൽ മുത്തബഹിറായ സമുദ്ര സമാനമായ അറിവ് നേടിയ ആളാണ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഇതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അപ്പൊ മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയുന്നതിനെ ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, യഅലം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅ്തിയൽ ഖുർആന മുജ്മല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനിനെ ചുരുക്കിയ സംഗ്രഹ രൂപത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ? ഖബല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വിശദമായി വഹി ലഭിക്കുന്നതിന് മുമ്പ്. എങ്ങനെ? മിൻ ഗൈരി തഫ്സീലിൽ ആയാതി വസ്വരി, ആയത്തുകളിലും സൂറത്തുകളിലുമുള്ള വിശദമായ വേർതിരിവുകളില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി നൽകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനിനെ സംഗ്രഹ രൂപത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഘട്ടം ഘട്ടമായി ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും ഇറക്കി തന്ന ആയത്തുകളും ആ ആയത്തുകളുടെ വിശദമായ രൂപങ്ങളും അതുപോലെ സൂറത്തുകളും, ഇന്നത് കഴിഞ്ഞാൽ ഇന്ന ആയത്ത്, ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് ആയത്ത്, ഇന്ന സൂറത്ത് കഴിഞ്ഞാൽ ഇന്ന സൂറത്ത്, ഇങ്ങനെ വിശദമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് ചെയ്തത്? ആ ഒരു വിശദമായ രൂപം എന്ത് ചെയ്തത്? ലഭിച്ചത്. എന്നാൽ ഇതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആന് മുജ്മലായി സംഗ്രഹമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ നൽകപ്പെട്ടത് കൊണ്ട് ഫഖീല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടു, വലാ തഅജൽ ബിൽ ഖുർആനില്ലദീ ഇൻദക ഖബല ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദമായി സാഹചര്യത്തിനനുസരിച്ച് അത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതിന് മുമ്പ് നബിയെ, നിങ്ങളുടെ അടുക്കൽ ഓൾറെഡി അല്ലാഹു തആല നേരിട്ട് തന്ന ഖുർആൻ കൊണ്ട് ഉളരിച്ചാടി പറയാൻ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫതുൽഖീഹി അലൽ ഉമ്മത്തി മുജ്മലൻ, അങ്ങനെ അങ്ങയുടെ സമുദായത്തിന്റെ മേൽ ആ ചുരുക്കിയ സംഗ്രഹ രൂപം അങ്ങ് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ഫല യഫ്ഹമുഹു അഹദുൻ അൻക, നിങ്ങളിൽ നിന്ന് ഒരാൾക്കും അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ലി അദമി തഫ്സീലിഹി, അതിൽ വിശദീകരണവും വിശദമായതായ കാര്യങ്ങളും പറയാത്തത് കൊണ്ട് ചുരുക്കിയതായ ആ സംഗ്രഹ രൂപം ആദ്യം തന്നെ എടുത്ത് പറഞ്ഞു കൊടുത്താൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുത്ത ഒരാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് അങ്ങേക്ക് നൽകപ്പെട്ട സംഗ്രഹ രൂപത്തിൽ അള്ളാഹു നേരിട്ട് നൽകിയതായ ആ പരിശുദ്ധമായ ഖുർആനിനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളടുക്കലുള്ള ആ മുജ്മലായ സംഗ്രഹമായ ആ ഖുർആന് ഇതാ, അതിൽ നിന്ന് ഈ ആയത്ത് ഇപ്പൊ പറഞ്ഞോളിയും, ഈ സൂറത്ത് ഇപ്പൊ പറഞ്ഞോളിയും, ഈ ആയത്ത് ഇപ്പൊ പറഞ്ഞോളിയും എന്ന് പറയുമ്പോ മാത്രം പറഞ്ഞാൽ മതി. അതിനു മുമ്പ് എടുത്തു ചാടിയിട്ട് പറയാൻ നിൽക്കണ്ട, അത് ജനങ്ങൾക്ക് മനസ്സിലാവൂലട്ടോ. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം,
ഇബ്നു അറബി തങ്ങളുടെ ഗ്രന്ഥങ്ങളില് 3 വിഷയമാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത് തുടക്കത്തിൽ പറഞ്ഞത്. ഒക്കെ ഡയറക്റ്റ് അള്ളാഹുവുമായിട്ട് ഇടപെട്ട വിഷയങ്ങളാണ്. ഒമാ അല്ലംനാഹു ഷിഅറ ആദ്യം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു തആല സൂചനാപരമായിട്ടോ കടങ്കഥാപരമായിട്ടോ അല്ലെങ്കിൽ ഒരു മറ പിടിച്ചുകൊണ്ടോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. രണ്ടാമത് പറഞ്ഞു ലാ തുദ്രിക്കുഹുൽ അബ്സാറു, മറയിടപ്പെട്ട കണ്ണുകൾക്ക് അള്ളാഹിനെ എത്തിക്കാൻ പറ്റൂല. ഇവിടൊക്കെ ഡയറക്റ്റ് ഉള്ള സംഭാഷണത്തിലേക്കുള്ള സൂചനകളാണ് ഇതൊക്കെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ആ മധ്യവർത്തി ഇല്ലാതെ. വീണ്ടും പറയാണ്, ഖുർആൻ നബിയെ നിങ്ങളടുത്തൊരു ഖുർആൻ ഉണ്ട് ജിബ്രീൽ വരുന്നതിന് മുമ്പ്. ആ ഖുർആന് എന്ത് ചെയ്യണ്ട, ഇപ്പൊ എന്ത് ചെയ്യണ്ട, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. ജിബ്രീൽ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും, പറഞ്ഞു തരുമ്പോ പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ പറയാണ് വഖുർ റബ്ബി സിദ്നാ ഇൽമാ എന്ന് സൂറത്തു ത്വഹായിൽ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ ഇവിടെയുള്ള ആശയം വേറെ സ്ഥലത്ത് പല വ്യാഖ്യാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഗ്രഹ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ വഖുർ റബ്ബി സിദ്നി ഇൽമ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന മുത്തുനബിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ, ദുആ ചെയ്യാൻ പറഞ്ഞ ആ ദുആഇന്റെ ആശയം എന്താണ്? അത് മഹാനവറുകൾ പറയാണ് ബി തഫ്സീലി മാ അജ്മല മിനൽ മആനി ഫി തൗഹീദി വൽ അഹ്കാം, ശരീഅത്തിന്റെ വിധികളിലും തൗഹീദിലും മുജ്മലായി സംഗ്രഹ രൂപത്തിൽ നൽകപ്പെട്ട ആശയങ്ങളെ വിശദീകരിച്ചു തരണേ എന്നാണ് വഖുർ റബ്ബി സിദ്നാ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം ഖുർആനെ സംഗ്രഹ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. ആ സംഗ്രഹ രൂപത്തിൽ നൽകിയതിന്റെ വിശദമായ ഒരു രൂപം എനിക്ക് എന്ത് ചെയ്യണേ, പഠിപ്പിച്ചു തരണേ എന്നാണ് വഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ആശയം ആ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മഹാനായ ഇബ്നു അറബി തങ്ങൾ പറയാണ്. അല്ലാതെ ലാ സിദ്നി അഹ്കാമൻ, എനിക്ക് കൂടുതൽ വിധികൾ നൽകണേ എന്നല്ല. വിധിയൊക്കെ ആദ്യം ചെയ്ത് നൽകിയിട്ടുണ്ട് മുജ്മലായ പരിശുദ്ധമായ സംഗ്രഹമായ ഖുർആനിലൂടെ. അതായത് ഇവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സ്വയം കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നിർബന്ധമാക്കാത്ത, മതത്തിൽ നിർബന്ധമാക്കാത്ത കാര്യങ്ങൾ നിർബന്ധമാക്കി അനാവശ്യ വിശദാംശങ്ങൾ അന്വേഷിച്ച് എന്ത് ചെയ്യണ്ട, നിങ്ങളെ തന്നെ നിങ്ങൾ പ്രയാസത്തിലാക്കണ്ട. എന്താ മുത്തുനബി ഒന്നും ഉണ്ടാത്ത്, എന്താ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനൊന്നും പഠിപ്പിച്ചു തരാത്ത് എന്നുള്ള രീതിയിലൊന്നും എന്ത് ചെയ്യണ്ട. നിങ്ങൾ ഇതൊക്കെ മുജ്മലായി സംഗ്രഹ രൂപത്തിൽ അള്ളാഹു ആദ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് നേരത്തെ നൽകിയ വിധികൾ നിങ്ങളിലേക്ക് ഇറക്കിത്തരും. അപ്പൊ നിങ്ങൾ മതനിയമങ്ങളെ മനസ്സിലാക്കിയാൽ മതി. ഓരോന്ന് ചോദിച്ച് അൽബക്കറയിലെ പശുവിനെ സംബന്ധിച്ച് ചോദിച്ച അവസ്ഥയിലേക്ക് എന്ത് ചെയ്യരുത്, വരരുത്. അതുകൊണ്ട് നിയമങ്ങളെ കുറിച്ച് അധികരിപ്പിക്കണം എന്നല്ല, മതനിയമങ്ങളെ അധികരിപ്പിച്ച് കാട്ട് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മതനിയമങ്ങളായി ആദ്യം സംഗ്രഹ രൂപത്തിൽ നൽകിയതായ ഖുർആനിന്റെ വിശദമായ ഒരു രൂപം പഠിപ്പിച്ചു തരണേ എന്നാണ് വഖുർ റബ്ബി സിദ്നി ഇൽമ എന്നുള്ളതിന്റെ അർത്ഥം. കാരണം ഫഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു ഉത്റുകൂനി മാ അത്രക്തും, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിട്ടിരുന്ന കാലത്തോളം, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിട്ട കാലത്തോളം നിങ്ങൾ എന്നെയും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതായത് കൂടുതൽ നിയമങ്ങൾ കൂട്ടിക്കൊടുക്കണമേ എന്നല്ല ഇതിന്റെ അർത്ഥം. അതായത് വഖുർ റബ്ബി സിദ്ന, കാരണം അറിവ് കൂടുന്തോറും നിയമങ്ങളും കൂടുമല്ലോ. നേരത്തെ നൽകിയതായ അറിവിന്റെ ഒരു വിശദമായ രൂപം അറിയിച്ചു കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് സംഗ്രഹ രൂപത്തിൽ ലഭിച്ചതായ പരിശുദ്ധമായ ഖുർആനിന്റെ അറിവുകളെ വിശദമായ അർത്ഥം കൂടുതൽ മനസ്സിലാക്കി തരണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഉത്റുകൂനി മാ അത്രക്തും, തിരിഞ്ഞോ, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിട്ട കാരണം കൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കുക. കൂടുതലായിട്ട് ചോദിച്ച് ഓരോ നിയമങ്ങൾ എന്ത് ചെയ്യണ്ട, എന്നിൽ എന്ത് ചെയ്യണ്ട, ഉണ്ടാക്കണ്ട. അപ്പൊ അറിവ് വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് പുതിയ ബാധ്യതകൾ അന്വേഷിക്കണം എന്നല്ല, മറിച്ച് ലഭിച്ചിരിക്കുന്ന ദൈവീകമായ അറിവാകുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സംഗ്രഹമായ ഷോർട്ടായതായ രൂപത്തിൽ ആ ആശയത്തിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകണേ എന്നാണ്. മനസ്സിലായ? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഖുർആൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം,
നബിയെ നിങ്ങൾക്ക് സബഉൽ മസാനിയും ഖുർആനുൽ അലീമും എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഡയറക്റ്റ് ഉള്ള അർത്ഥം എന്താ? ആ മഹത്തായ ഖുർആൻ നബിയെ നിങ്ങൾക്ക് ആദ്യം തന്നെ ജിബ്രീൽ വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിട്ടുണ്ട്. ഖുർആന്റെ മൊത്തം ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ആയത്താണ് അത് വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനിൽ അലീം എന്നുള്ളത്. പരിശുദ്ധമായ മഹത്തായ ഖുർആനും സബഉൽ മസാനി എന്ന് പറയുന്ന ഫാത്തിഹയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫാത്തിഹ 2 പ്രാവശ്യം ഇറങ്ങിയത് കൊണ്ടാണ് അതിന് ഫാത്തിഹ എന്ന് പേര് വെച്ചത്. മക്കത്തും അവതരിച്ചിട്ടുണ്ട്, മദീനത്തും അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സബഉൽ മസാനി 2 പ്രാവശ്യം ഇറങ്ങിയ 7 ആയത്തുകൾ എന്ന് പേര് നൽകിയത് എന്ന അർത്ഥം അവിടെ വെക്കുന്നുണ്ട്. എന്നാൽ ഖുർആനുൽ അലീം എന്ന് പറയുന്നത് അല്ലാഹു തആല നേരിട്ട് ഇട്ടുകൊടുത്തതായ സംഗതിയാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ്. ആ ഒരു സംഗതിയിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ സബഉൽ മസാനിക്ക് ഇവിടെ അർത്ഥം വെക്കേണ്ടത് അസ്സിഫാത്തു സബഉല്ലത്തി സബതത്ത് ഫീഹി എന്നാണ്. അല്ലാഹു സബതത്തിൽ ഇല്ല, അല്ലാഹുവിനിക്ക് സ്ഥിരമായതായ 7 ഗുണങ്ങൾ നബിയെ നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. ഇതാണ് അമാനത്ത്. നമുക്ക് പറയാം ആ 7 ഗുണങ്ങൾ ഏതാ? അതാണ് ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത്, സമഅ്, ബസർ, തകല്ലുമ്. ഈ പറയുന്ന എന്ത് ചെയ്യാ, ഇൽമ്, ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത്, സമഅ്, ബസർ, തകല്ലുമ്. ഇത് അള്ളാഹുവിന്റെ 7 സിഫത്തുകളാണ്. ഈ പറയുന്ന 7 ഗുണങ്ങൾ അല്ലത്തി കുര്രിറ വ സുന്നിയ സുബൂതുഹാ ലക അവലൻ. ഇബ്നു അറബി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതാണ് കേട്ടോ. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു നബിയെ നിങ്ങൾക്ക് 7 വിശേഷണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് അള്ളാഹുവിനേക്കുള്ള 7 വിശേഷണങ്ങളാണ്. ഈ ഗുണങ്ങൾ മനുഷ്യനിൽ പ്രതിഫലിക്കുന്നത് 2 ആത്മീയ ഘട്ടങ്ങളിലൂടെയാണ്. അവിടെയാണ് സബഉൽ മസാനി എന്ന് പറയുന്നത്. 2 ആത്മീയ ഘട്ടങ്ങൾ ഒരു മനുഷ്യനുണ്ട്. അത് ഒന്നാണ് ഫി മഖാമി വുജൂദിൽ ഖൽബി എന്ന് പറയുന്ന ഒരു മഖാമ്, ഇന്ദ തഖല്ലുക ബിക ബി അഖ്ലാഖിഹി വത്തിസാഫിക ബി ഔസാഫിഹി. ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനെ അല്ലാഹു തആല ഈ ലോകത്ത് വെളിവാക്കുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ അഖ്ലാഖുകളാകുന്ന സ്വഭാവങ്ങളും അള്ളാഹുവിന്റെ ഔസാഫുകളാകുന്ന വിശേഷണങ്ങളും സ്വീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മളിൽ ഇപ്പൊ ജീവനുണ്ട്, നമ്മളിൽ അറിവുണ്ട്, നമ്മളിൽ ഉദ്ദേശമുണ്ട്, നമ്മളിൽ കേൾവിയുണ്ട്, നമ്മളിൽ കാഴ്ചയുണ്ട്, നമ്മളിൽ കഴിവ് ഖുദ്റത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, നമ്മളിൽ തകല്ലും സംസാരശേഷി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഇത് അല്ലാഹു തആല നമ്മളിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മളുടേതാക്കി വെച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഇത് നമ്മളുടേതാക്കി വെച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇനി അള്ളാഹുവിൻ്റെതാക്കണമെങ്കിൽ വസാനിയൻ ഒരു ആത്മീയപരമായ 2ാം ഘട്ടം മനുഷ്യനിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഫി മഖാമിൽ ബഖാഇ ബിൽ വുജൂദിൽ ഹഖാനിയി ബഅദൽ ഫനാഇ ഫി തൗഹീദ്. അള്ളാഹുവിന്റെ ഹക്കാനിയായതായ വുജൂദ് കൊണ്ട് ബഖായിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് എൻ്റെ ഈ പറയുന്നതായ ഹയാത്ത്, എന്നിലുള്ള ഹയാത്ത് എൻ്റെ ഹയാത്തല്ല എന്നും, എന്നിലുള്ള ജീവൻ എൻ്റെ ജീവനല്ല എന്നും, എന്നിലുള്ള ഇൽമാകുന്ന അറിവ് എൻ്റെ അറിവല്ല എന്നും, എന്നിലുള്ള ഖുദ്റത്താകുന്ന കഴിവ് എൻ്റെ കഴിവല്ല എന്നും, എന്നിലുള്ള ഇറാദത്താകുന്ന ഉദ്ദേശം എൻ്റെ ഉദ്ദേശമല്ല എന്നും, എന്നിലുള്ള സമആകുന്ന കേൾവി എൻ്റെ കേൾവിയല്ല എന്നും, എന്നിലുള്ള ബസറാകുന്ന കാഴ്ച എൻ്റെ കാഴ്ചയല്ല എന്നും, എന്നിലുള്ള തകല്ലുമാകുന്ന സംസാരം എൻ്റെ സംസാരമല്ല, അത് ഹക്കിന്റെ സംസാരമാണ് എന്ന് പറഞ്ഞിട്ട് ഫനാ ചെയ്തുകൊണ്ട് പിന്നെ ഹക്കിനോടൊപ്പം ഹക്കിലായി നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സന്ദർഭത്തിൽ എൻ്റെ കേൾവി ഹക്കിന്റെ കേൾവിയാണ്, എൻ്റെ ഹയാത്ത്, എൻ്റെ ജീവൻ അള്ളാഹുവിൻ്റെ ജീവനാണ്, എൻ്റെ അറിവ് അള്ളാഹുവിൻ്റെ അറിവാണ്, എൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ കഴിവാണ്, എൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്, എൻ്റെ എൻ്റെ കേൾവി അള്ളാഹുവിൻ്റെ കേൾവിയാണ്, എൻ്റെ കാഴ്ച അള്ളാഹുവിൻ്റെ കാഴ്ചയാണ്, എൻ്റെ സംസാരം അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടക്കി ഒതുക്കി നമ്മളുടേതാണ് എന്ന് ആക്കി വെച്ചതായ അള്ളാഹു തന്നതായ ഈ 7 സബഅ സിഫാത്തുകളായ 7 വിശേഷ ഗുണങ്ങളെ അള്ളാഹുവിൻ്റെതാക്കി മാറ്റുന്ന ബഖായിൽ നിൽക്കുന്ന ഉന്നതമായ ഒരു അവസ്ഥ. ഈ പറയുന്ന അവസ്ഥ ഒരാൾക്ക് നൽകപ്പെട്ടാൽ അള്ളാഹു ഡയറക്റ്റ് ആയിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അവിടെയാണ് സബഉൽ മസാനി
എന്ന് പറയുന്ന 7 വിശേഷ ഗുണങ്ങൾ, എൻ്റെ 7 വിശേഷ ഗുണങ്ങൾ നിങ്ങളിൽ ഞാൻ പ്രകടമാക്കിയിട്ടുണ്ട്. അത് നിങ്ങളിൽ പ്രകടമായ 7 വിശേഷ ഗുണങ്ങൾ നിന്റേതല്ല, എൻ്റേതാണ്. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ ഉദ്ദേശവും നിങ്ങളുടെ ജീവനും നിങ്ങളുടെ അറിവും ഒക്കെ എൻ്റേതായി മാറുന്നുണ്ട്. അപ്പൊ അവിടെ പരിമിതിയുണ്ടോ? അതുകൊണ്ടാണ് ഖുർആൻ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആനുൽ അദീം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മൊത്തം അസ്മാ സിഫാത്തുകളും ഒരുമിച്ച് കൂട്ടിയതായ ദാത്തിനെ സംബന്ധിച്ചാണ് എന്ന് മഹാനായ ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇന്നാ അർളനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ. എന്റെ സൂക്ഷിപ്പ് സ്വത്താകുന്ന ഏറ്റവും വലിയ അമാനത്ത്, ഞാൻ എന്ത് ചെയ്യുക, എന്റെ അടിമകളെ ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചതായ ആ അമാനത്തിനെ എന്റെ സൃഷ്ടികൾക്ക് ഞാൻ വെളിവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അങ്ങനെ ആകാശങ്ങളുടെ മേൽ ഞാൻ അത് വെളിവാക്കി നോക്കി, വല്ലർലി ഭൂമിയുടെ മേൽ ഞാൻ വെളിവാക്കി നോക്കി, വൽ ജിബാലി പർവ്വതങ്ങളുടെ മേൽ ഞാനത് വെളിവാക്കി നോക്കി. ഫഅബൈന അൻ യഹ്മിൽനഹാ, എല്ലാവരും അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. വാഷ്ഫഖന മിൻഹാ, അവർക്കൊക്കെ ഇത് ഏറ്റെടുത്താൽ എന്താകും എന്നുള്ള പേടി തോന്നി. വഹമലഹൽ ഇൻസാൻ, അവസാനം മനുഷ്യൻ ഏറ്റെടുത്ത ആ 7 സിഫത്തുകൾ, അള്ളാഹുവിന്റെ ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത്, സംഅ്, ബസർ, തകല്ലുമ് എന്ന് പറയുന്ന 7 വിശേഷ ഗുണങ്ങൾ നമ്മളിലേക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. ഇത് നമ്മളുടേതാക്കി വെക്കുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഹക്കിൻ്റെതാക്കി മാറ്റിക്കഴിഞ്ഞാല് പിന്നെ ഹക്കിന്റെയും അവന്റെയും ഇടയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യം ഇല്ല. പിന്നെന്തിനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നത്? അത് ഈ ലോകത്ത് ചില കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി തരുമ്പോ ഹഖ് തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഈ ലോകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇറക്കി തന്നതാണ് എന്ന് പറയുമ്പോൾ സമൂഹം അത് വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ ഈ രീതിക്ക് നമ്മൾ അത് മനസ്സിലാക്കണം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനൊക്കെ ഇൽമ സ്വീകരിക്കാൻ ഏതിന്റെ ആവശ്യമില്ല? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യമില്ല എന്നാണ് ഇബ്നു ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാനും അങ്ങനെ ഇൽമ സ്വീകരിച്ച ആളാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അങ്ങനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റൂലേ? ഈ പറയുന്ന 7 വിശേഷ ഗുണങ്ങൾ അമാനത്ത് അള്ളാഹു തആലക്ക് തിരിച്ചു കൊടുത്താൽ, ആ സൂക്ഷിപ്പ് സ്വത്ത് അള്ളാഹു തആലക്ക് തിരിച്ചു കൊടുത്താൽ, പിന്നെ അവരുടെ അവരുടെ ജീവനും അവരുടെ അറിവും അവരുടെ ഉദ്ദേശവും അവരുടെ എല്ലാം അള്ളാഹുവിൻ്റെതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു മധ്യവർത്തിയുമില്ലാതെ എല്ലാം സ്വീകരിക്കാനും എല്ലാം കാണാനും എല്ലാം ഉദ്ദേശിക്കാനും ഒക്കെ അവർക്ക് കഴിയുമെങ്കിൽ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഇൽമ സ്വീകരിച്ചവരാണ് ഇവര്. അതേ വർത്തമാനം ആ നിലക്ക് എൻ്റെ 7 അള്ളാഹു എന്നിൽ ഏൽപ്പിച്ചതായ 7 ഗുണങ്ങൾ അള്ളാഹുവിൻ്റെതാക്കി മാറ്റിയപ്പോൾ അവരും ഒരു ഖുർആനായി മാറി. അവിടെയാണ് ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, പറഞ്ഞത്, അനൽ ഖുർആനു വസ്സബ്ഉൽ മസാനി വറൂഹുർ റൂഹി ലാ റൂഹുർ റവാനി. ഞാനും ഒരു ഖുർആനാണ്, എനിക്കും അള്ളാഹുവിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നേരിട്ട് അറിവ് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ഞാനും ഒരു ഖുർആനാണ്. ഈ രീതിക്കുള്ള അതാണ് ഖുർആൻ എന്ന് പറഞ്ഞപ്പോ നമ്മളെ ഈ മുസ്ഹഫായി നിൽക്കുന്ന ആ ഖുർആൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഖുർആനിലുള്ള അറിവ് നോക്കിയിട്ട് ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യുക, നേടിയെടുക്കാലോ. അതിനെന്ത് ചെയ്യുക, പ്രയാസമുള്ള ഒരു കാര്യമില്ലല്ലോ. അവർ ഖുർആനായി മാറണമെങ്കിൽ ഹഖ് തആലയിൽ നിന്ന് നേരിട്ട് അറിവ് ലഭിക്കുന്ന, ഇൽമ ലഭിക്കുന്ന, ഉദ്ദേശം വരുന്ന, അല്ലെങ്കിൽ കേൾവി ഉണ്ടാകാൻ ഹഖ് തആലാന്റെ കേൾവിയായി മാറുന്ന, കാഴ്ചയായി മാറുന്ന, തക്കല്ലുമ സംസാരമായി മാറുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, അവർ വരണം. തിരിഞ്ഞാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഉറപ്പന്നല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വലത്ത് ശരീഅത്തെന്നും പറഞ്ഞ് കടയിലുള്ളവർ എന്ന് പറഞ്ഞ ഓസുല്ലാദം തങ്ങളെ ദീനിന്ന് പുറത്താക്കേണ്ടി വരൂലേ? ഇങ്ങനെ ഒരു സംഗതി ഇല്ലാന്ന് ഉണ്ട് എന്ന് ഓസുല്ലാദം തങ്ങൾ പ്രഖ്യാപിച്ചതല്ലേ? തന്റെ ആത്മീയ ലോകത്തെ അദൃശ്യ ലോകങ്ങൾ തുറന്നു തന്ന ഗ്രന്ഥം എന്ന പേരിൽ എഴുതപ്പെട്ട ഫുതൂഹുൽ ഗൈബിൽ മഹാനവറുകൾ പാടിയതല്ലേ ഈ പറയുന്നതായ സംഭവങ്ങളൊക്കെ? അനൽ ഖുർആനു, ഞാൻ തന്നെയാണ് ഖുർആൻ, വസ്സബ്ഉൽ മസാനി, അള്ളാന്റെ 7 മാനവിയും മാനിയുമായതായ സിഫത്തുകൾ ഞാൻ തന്നെയാണ്. റൂഹുർ റൂഹി, ഞാൻ എന്ത് ചെയ്യാണ്, റൂഹിന്റെ റൂഹാണ്. സാധാരണ ലാ റൂഹുൽ ലവാനി തന്നെ, ഈ പറയുന്ന ഈ പാത്രങ്ങളിൽ ഭൗതിക ശരീരങ്ങളിൽ നിലനിൽക്കുന്ന റൂഹല്ല ഞാന്. ലാ റൂഹുൽ ലവാനി, ഈ ഭൗതിക ശരീരത്തിൽ നിലനിൽക്കുന്ന നമ്മളിലുള്ള റൂഹുണ്ട്, ആ റൂഹല്ല ഞാന്. അതുകൊണ്ട് ഫുആദി ഇൻദ മഹബൂബി മുഖീമു,
യുനാജീഹി വഇൻദകുമൂ ലിസാനി. എന്റെ ഹൃദയം ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ മെഹബൂബായ അള്ളാഹുവിന്റെ അടുക്കൽ മുഖീമോ സ്ഥിരമായി വസിക്കുന്നുണ്ട്. യുനാജിഹി അവനോട് ഞാൻ രഹസ്യ സംഭാഷണം നടത്തുന്നുണ്ട്. വഇൻദകുമൂ ലിസാനി നിങ്ങളോടൊപ്പമുള്ളതിന്റെ നാവ് മാത്രമാണ്. ഞാൻ ഇവിടെ പ്രഭാഷണ ലോകത്ത് ഇവിടെ തിളങ്ങി നിൽക്കുന്ന എൻ്റെ ഈ നാവാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. പക്ഷേ എൻ്റെ ഉള്ള്, എൻ്റെ മക്കാമ്, എൻ്റെ ഹൃദയം ആരോടൊപ്പം? അള്ളാഹുവിനോടൊപ്പം രഹസ്യ സംഭാഷണത്തിലാണ്. അങ്ങനെ രഹസ്യ സംഭാഷണം നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ പറ്റും എന്ന് ആരാ പറയുന്നത്? മാലന ഹാജത്തുൻ ഖാരിജത്തുൻ അൻ ദായിറത്തി ശറഈ. ശറഇന്റെ ഉദ്ദേശം വിട്ടിട്ട് ഒരു ഉദ്ദേശവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ശരീഅത്തിന്റെ കടലായും ഹക്കീക്കത്തിന്റെ കടലായും നിന്ന ഔസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പൊ ഇത് നമ്മൾ ഉൾക്കൊള്ളണ്ടേ, അംഗീകരിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? ഇതുപോലെയാണ് ഇബ്നു അറബി തങ്ങളും പറഞ്ഞത്. ആ ഇബ്നു അറബി തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ലോകത്ത് ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വാസ്തവമാണ് എന്ന് ലോകത്തോട് സംവദിച്ചതാരാ? ഇതുപോലെ ശരീഅത്തിൽ ആഴമേറിയ വിജ്ഞാനം നേടിയ മഹാനാണ് എന്നും ലോകത്തെ പണ്ഡിതന്മാർ മുഴുവനും അംഗീകരിച്ച ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇത് നമുക്ക് എതിർക്കാൻ പറ്റുമോ? വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, ലദുന്നിയാ ഇൽമ് നാം അന്തിയ എൻ്റെ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ആയത്തുള്ള കാലത്തോളം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിയിക്കപ്പെടുന്ന വിജ്ഞാനങ്ങൾ ഈ ലോകത്തുണ്ടാവൂലേ? അതിൽ നിന്ന് ഒഴിവായി പോയി എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഗൗസുൽ ആദം തങ്ങൾ പാടുകയാണ്, ഫലാ തൻദുർ ബിതുർഫിക നഹ്വ ജിസ്മി. നീ നിന്റെ കണ്ണുകൊണ്ട് എൻ്റെ ശരീരത്തെ നോക്കി കാണേണ്ട കേട്ടോ. കണ്ണുകൊണ്ട് നോക്കിയാൽ ഇതൊന്നും പിടുത്തം കിട്ടൂല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അബുൽ ഉയൂനായ ഒരുപാട് കണ്ണുകളുടെ പിതാവായ കാമിലീങ്ങളായ ആളുകൾക്ക് എന്നെ വൃത്തം കിട്ടുള്ളൂ. അവിടെയാണ് ഗൗസുൽ ആദം മനുഷ്യനറിയാത്ത വസ്തു ഞാൻ എന്നോർ എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ദാത്തിന്റെ ബഹറിൽ എന്ത് ചെയ്യുക? നീ മുങ്ങ്. നമ്മളുടെ ഒരു ദാത്തുണ്ട്. ഈ ദാത്ത് നിലനിൽക്കാൻ ഈ നമ്മളുടെ ദാത്ത് നിലനിൽക്കുന്ന ഒരു ദാത്തുണ്ട്. ആ ദാത്തിൽ നീ പോയി മുങ്ങ്. നതൻളുർ നിനക്കും കാണാം. മആനി മാ തബദ്ദത് ലിൽ ഇയാനി. സാധാരണ കണ്ണുകൾക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആശയങ്ങൾ നിനക്കും കാണാം. എപ്പോൾ? നിന്റെ ദാത്ത് നിലനിൽക്കാൻ കാരണക്കാരനായ ഒരു ദാത്തിൽ പോയിട്ട്, ദാത്തിന്റെ കടലിൽ പോയിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, നീ മുങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അവൻ മൽഹറുദാത്താകുന്നത്. മൽഹറുദാത്ത് എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇമാം യൂസുഫ് നബ്ഹാനിയെ പോലോത്ത, ഇമാം ഖുത്ബ് ഷഅറാനിയെ പോലോത്ത, ഇമാം അബ്ദുൽ ഗനിയുൻ നാബുലസിയെ പോലോത്ത ലോകത്ത് അറിയപ്പെട്ട, സൂഫി ലോകത്തും അതല്ലാത്ത ശരീഅത്തിന്റെ ലോകത്തും അറിയപ്പെട്ട ഒരുപാട് മശായിഖന്മാർക്ക് വിശേഷണം കൊടുത്തതായ ഇതുപോലത്തെ മഹാരഥന്മാരെ ദീനിൽ നിന്നിട്ട് മതത്തിൽ നിന്ന് മാറ്റേണ്ടി വരും. ദാത്ത് ലാഹിറായ ഇടം എന്ന് പറഞ്ഞ് വിശേഷണം നൽകിയിട്ടുണ്ട് പല ആളുകൾക്കും. അതുകൊണ്ട് ഗൗസുൽ ആദം തങ്ങളും പറയാ, ദാത്തിന്റെ ദാത്താകുന്ന കടലിൽ പോയി നീ മുങ്ങിയാൽ നിനക്ക് കാണാൻ പറ്റും ഏത്? ഈ അസാധാരണ കണ്ണുകൾ കൊണ്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആശയങ്ങളെ. ഹഖ് തആലാന്റെ വിജ്ഞാനങ്ങളിലേക്ക് നിനക്ക് കടക്കാൻ പറ്റും. വസ്റാറി ഖിറാഅത്തു മുബ്ഹമാത്തിൻ മുസത്തറത്തും ബിഅർവാഇൽ മആനി. വാസ്റാറി എന്റെ രഹസ്യങ്ങൾ, ഖിറാഅത്തു മുബ്ഹമാത്തിൻ അവ്യക്തമായ കാര്യങ്ങളുടെ വായനയായിട്ട് മനസ്സിലാക്കണം. എന്റെ രഹസ്യങ്ങളെ അവ്യക്തമായ കാര്യങ്ങളുടെ വായനയായിട്ട് അതിനെ മനസ്സിലാക്കണം. അതിന് അവ്യക്തമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ണു വേണം. മുസത്തറത്തും ബിഅർവാഹിൽ മആനി. അത് ഈ അർത്ഥലോകങ്ങളുടെ നമ്മൾ മനസ്സിലാക്കിയതായ ഈ ഒരു റൂഹുണ്ട്. എനിക്കൊരു റൂഹ്, മറ്റുള്ളവർക്കൊരു റൂഹ്, വേറുള്ളവർക്കൊരു റൂഹ്. ഈ പറയുന്ന റൂഹുകളാകുന്ന ഈ ആത്മാക്കളാൽ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് റൂഹിന്റെ അപ്പുറത്തുള്ള സിർ എന്ന് പറയുന്ന ഉന്നതമായ തലത്തിലേക്ക് ഒരാൾ കടന്നു കഴിഞ്ഞാൽ അവനിൽ എന്ത് ചെയ്യുക? ഒഴുകുന്ന വിജ്ഞാനങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നേരിട്ടുള്ള രഹസ്യ സംഭാഷണത്തിലൂടെ ലഭിക്കുന്നതായിരിക്കുമെന്ന് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തിൽ ഒരു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാസിത്തയും വേണ്ട, ഒരു മലായിക്കത്തിന്റെ മധ്യവർത്തിയും വേണ്ട. കാരണം
ആ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും എത്തിപ്പെടാൻ പറ്റാത്ത കാബ കൗസൈനി എന്ന് പറയുന്ന ഉന്നതമായ മക്കാമിൽ എത്തിപ്പെടാൻ പറ്റുന്നവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും. അവിടെയാണ് ഓസുൽ അസം റളിയല്ലാഹു അൻഹു പാടിയത്, അന കുന്തു ഫിൽ ഉല്യാ ബിനൂരി മുഹമ്മദി വഫീ ഖാബ കൗസൈനി ജിത്മാഉൽ അഹിബ്ബത്തി. ഉന്നതമായ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനോടൊപ്പം ഉണ്ടായിരുന്നു. കാബ കൗസൈനി എന്ന് പറയുന്ന മക്കാമിൽ ഞങ്ങൾ ഇഷ്ടദാസന്മാരായ ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടാറുണ്ട്. കാബ കൗസൈനി പറയുന്ന മക്കാമിൽ ലഭിക്കുന്ന ഇൽമേതാന്നറിയോ? ഫൗഹ ഇല അബ്ദിഹി മാ ഔഹ. തന്റെ അടിമയിലേക്ക് അറിയിച്ചു കൊടുക്കാൻ, വഹി അറിയിച്ചു കൊടുക്കാൻ പറ്റിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്ന് പ്രഖ്യാപിച്ച മക്കാമാണത്. അവിടെ ജിബിരിലിന് പോലും പ്രവേശനമില്ലാത്ത മക്കാമാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ആ മൊത്തം ഖുർആനിനെ, ആ മൊത്തം സംഗ്രഹ രൂപത്തിൽ നൽകപ്പെട്ട ആ ഖുർആനിനെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഈ ആയത്ത് പോയിട്ട് ഉണർത്തി കൊടുത്താളെ ഇപ്പൊ പറയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്യൂട്ടിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടിയിട്ട് പടക്കപ്പെട്ടതാണെന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ ഗുരുവായ അലിയുൽ ഖവാസ് തങ്ങൾ എന്ത് ചെയ്തത് പറഞ്ഞത്. അതോടൊപ്പം അലിയുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 1,00,000 വർഷം അങ്ങനെ അറ്റമില്ലാത്ത വർഷങ്ങൾ ജീവിച്ചാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാന ലോകത്തിന്റെ 1/4 പോലും എത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയാനുണ്ടായ കാരണം അതാണ്. അപ്പോൾ വലാ തഅജൽ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നബിയെ നിങ്ങൾ ഉളരിച്ചാടേണ്ട ആവശ്യമില്ല. സത്യത്തിൽ നിങ്ങളടുത്ത് ഖുർആനുണ്ട്. അത് വഹിയുമായി വിശദീകരണവുമായി നിങ്ങൾക്ക് നൽകപ്പെട്ട ഇന്ന ആയത്ത് ഇപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ഇറക്കിക്കോളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞയച്ച ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വരുമ്പോ ആ സമയത്ത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതിനു മുമ്പ് പറയാൻ നിൽക്കണ്ട. ഏത് സന്ദർഭത്തിൽ ഏത് സാഹചര്യത്തിൽ ഇറക്കണമെന്ന് ഞാൻ ഉണർത്തി തരും ജിബ്രീലിലൂടെ. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു തരുമ്പോ അതാണ്ട് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. അതിനു മുമ്പ് പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമേ നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം മുത്തുനബിയുടെ ഹൃദയം ഓസുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്ത് ചെയ്യാ, ഫുആദി ഇൻദ മഹ്ബൂബി മുഖീമു. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് സ്ഥിരതാമസക്കാരാണ്. യുനാജിഹി, റബ്ബുമായിട്ട് അവർ ഡയറക്റ്റ് അഭിമുഖ സംഭാഷണം നടത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹയാത്തല്ല എന്ന അവസ്ഥ അവർക്ക് അനുഭവിച്ചറിഞ്ഞവരാണ്. അവരുടെ അറിവല്ല എന്നവർക്ക് ബോധ്യമായവരാണ്. അവരുടെ കുദറത്തല്ല എന്ന് അവർക്ക് ബോധ്യമായതാണ്. തിരിഞ്ഞോ? അവരുടെ കുദറത്ത് അവരുടേതല്ല എന്ന് അവർക്ക് ബോധ്യമാകണം. അവിടെയാണ് സദഖത്തുല്ലാഹിൽ ഖൈരി ഓസുൽ അസം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അഅതാക മിൻ ഖുദറത്തിൻ മാ ശിഅത മിൻ മുസ്തതാ. ഖാദിറായ പടച്ചോന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓസുൽ അസം തങ്ങളെ നിങ്ങൾ നിന്നു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ കുദറത്ത് നിങ്ങൾക്ക് നൽകി എന്നാ പറഞ്ഞത്. അല്ലേ? ഇതൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇപ്പോ നമ്മള് പിന്നെ കുത്തുബിയത്തിനെ തള്ളേണ്ടി വരും. അതുകൊണ്ടാണ് കുത്തുബിയത്തിനെ തള്ളുന്നത് ചിലവര്. അതുപോലെ തന്നെ സദഖത്തുല്ലാഹിൽ ഖാഹിരിയെ മാറ്റി നിർത്തേണ്ടി വരും, ഓസുൽ അസം തങ്ങളെ മാറ്റി നിർത്തേണ്ടി വരും. ഇതുപോലത്തെ ഒരുപാട് എന്ത് ചെയ്യുക സംഭവങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കടന്നു ചെല്ലേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാണ്. നമ്മളെ പിന്നെ ഇച്ചമസ്താൻ പാടിയതുപോലെ എന്ത് ചെയ്യുക, ഇച്ചമസ്താൻ പാടിയില്ലേ, എന്തെന്നാ പാടിയത്? കാഫ് നൂന് കമാലിയത്തിൽ കദം പിടിത്ത് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. കുന്നെന്ന് പറയുന്ന മക്കാമിൽ നിൽക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുൻ ആരുടെ വിശേഷണ? പടച്ചോന്റെ വിശേഷണ. ആ കുന്നെന്ന് പറയുന്ന മക്കാമിൽ നിൽക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാദിറായ മുഹമ്മദോട്, കുദറത്തുള്ള കഴിവുള്ളതായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ കഴിവ് അള്ളാഹുവിന്റെ കുദറത്താണ്. അള്ളാഹു ഖാദിർ എന്നുള്ള അള്ളാഹിന്റെ വിശേഷണമാണ്. ആ അള്ളാഹുവിന്റെ വിശേഷണമായി ഇവരിവിടെ നിന്നപ്പോഴാണ് അവരെ കുറിച്ച് ഖാദിർ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹിന്റെ വിശേഷനായ റഊഫാണ്, റഹീമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ?
ഇതുപോലെ തന്നെയാണ്. കാരണം അവരിലുള്ള ഈ പറയുന്ന മൊത്തം വിശേഷണങ്ങൾ, സുബഅ സിഫാത്താകുന്ന അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഈ 7 ഗുണങ്ങൾ നമ്മളുടേതാക്കി വെച്ചപ്പോൾ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് ഹക്കിൻ്റെതാക്കി നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ, ഹക്കിൻ്റെതായി നമ്മൾ അനുഭവിച്ചപ്പോൾ അവർക്ക് പിന്നെ അറ്റമില്ലാത്തൊരു ലോകം അവരിലേക്ക് തുറക്കപ്പെടുകയാണ് ചെയ്തത്. അവിടെ ഖുർആനും കിട്ടും, ഇനി അതിൻ്റെ അപ്പുറത്തുള്ള ഏതെല്ലാം ഉണ്ടോ അതെല്ലാം കിട്ടും. ഇൻഷാ അല്ലാഹ് അതും നമുക്ക് ചർച്ച ചെയ്യണം. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അടുത്ത ക്ലാസ്സിൽ പറയുന്നത് അതാണ്. ഒരു നിമിഷത്തെ അറിവ് ആയുസ്സിൽ പോലും എഴുതി തീർക്കാൻ പറ്റുകയില്ല എന്ന് ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, തൻ്റെ അനുഭവ ലോകങ്ങളെ വിശദീകരിച്ചുകൊണ്ട്. അതിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഇതിനുള്ള വഴികളും ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അംഗീകരിക്കാനുള്ള ഒരു മനസ്സെങ്കിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.